ഒരു പേര് ബൈബിളിന്റെ ഒരു ചെറിയ വാക്യത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു. യൂനിയ. റോമർ അനുപാതം 16:7 പൗലോസ് എഴുതുന്നു, അന്ത്രോനിക്കോസും യൂനിയായും അപ്പോസ്തലന്മാരിൽ പ്രശസ്തരാണ്. ഇവിടെ തന്നെയാണ് വലിയ ചോദ്യമുയരുന്നത്. യൂനിയ യഥാർത്ഥത്തിൽ അപ്പോസ്തലയായിരുന്നോ? ഗ്രീക്ക് ഭാഷയിലെ ഈ വാക്യം രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ഒന്ന്, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുള്ളവർ. മറ്റൊന്ന്, അപ്പോസ്തലന്മാർക്കിടയിൽ അറിയപ്പെട്ടവർ. ഈ ചെറിയ വ്യത്യാസമാണ് ഇന്നും ഈ വിഷയത്തെ ചർച്ചയാക്കുന്നത്. സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റം എഴുതുന്നു, ഈ സ്ത്രീ എത്ര മഹത്തായിരിക്കണം! അവൾ അപ്പോസ്തല എന്ന പദവിക്കും യോഗ്യയായി തീർന്നു. പിന്നീട് മധ്യകാലഘട്ടത്തിൽ യുനിയ എന്ന സ്ത്രീനാമം യുനിയാസ് എന്ന പുരുഷനാമമായി മാറിയതായി കാണാം. ഇത് സാമൂഹിക സാംസ്കാരിക മനോഭാവങ്ങൾ വരുത്തിയ മാറ്റമായിരിക്കാം. യൂനിയ എന്നത് റോമൻ ലോകത്ത് സാധാരണ സ്ത്രീനാമമായിരുന്നു. പുരുഷനാമത്തിന് ചരിത്ര തെളിവുകൾ കുറവാണ്. ബൈബിളിൽ അപ്പോസ്തലൻ എന്ന പദത്തിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരും സുവിശേഷം പ്രചരിപ്പിച്ച ദൗത്യപ്രവർത്തകരും. യേശു സ്ത്രീകളെ ആദരിക്കുകയും ശിഷ്യത്വത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പുനരുത്ഥാനത്തിന്റെ ആദ്യ സന്ദേശം തന്നെ ഒരു സ്ത്രീക്കാണ് അദ്ദേഹം ഏൽപ്പിച്ചത്. അപ്പോസ്തലന്മാരുടെ കൂട്ടം ഒരു ദൗത്യസംഘമായിരുന്നു. യൂനിയ ഈ ദൗത്യസംഘത്തിലെ പ്രധാന പ്രവർത്തകയായിരുന്നു. ക്രിസ്തുവിൽ ആണോ പെണ്ണോ ഇല്ല, എല്ലാവരും ഒന്നാണ് എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. യൂനിയ പ്രാരംഭ സഭയിലെ പ്രധാന ദൗത്യപ്രവർത്തകയായിരുന്നു എന്നതിന് ചരിത്രപരമായ സൂചനകളുണ്ട്. ഈ വീഡിയോ പഠനത്തിനും മനസ്സിലാക്കലിനുമുള്ള ഒരു ശ്രമമാണ്. ചില പേരുകൾ ചരിത്രത്തിൽ മറഞ്ഞു പോകാറുണ്ട്, പക്ഷേ സത്യങ്ങൾ എപ്പോഴും വീണ്ടും പുറത്തുവരും. ദയവായി ആദരവോടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക.